ഒന്ന് ആലോചിച്ച് നോക്കുക, സ്ഥിരമായി ഒരു വീട്ടിൽ താമസിച്ച് അവിടെ വളർന്ന് ആ ഒരു രീതികളുമായി പൊരുത്തപ്പെട്ട് ഒന്ന് പൂർണ്ണമായി നിൽക്കുന്ന സമയത്ത് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരവസ്ഥ. ഇത് പുരുഷന്മാർക്ക്, ഒരു ഭൂരിപക്ഷം പുരുഷന്മാർക്കും തീരെ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. അവർക്കൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പല ആളുകൾക്ക് അതൊക്കെ വലിയ ഒരു അഭിമാനക്ഷതമായിട്ട് തന്നെ തോന്നാറുണ്ട്. എന്നാൽ സ്ത്രീ ഒരു പരിധി വരെ അതിനോട് പൊരുത്തപ്പെട്ട ആളാണ്. സമൂഹവും അതിനെ വളരെ നോർമലായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. നമ്മളെ അങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ അവിടെയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഭർത്താവിൻ്റെ അച്ഛൻ പണിത വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടിക്കായിരിക്കും. ഭർത്താവിൻ്റെ അച്ഛൻ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പണിത ഒരു വീട്ടിലേക്ക് തൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് മറ്റൊരു സ്ത്രീ കടന്നു വരുമ്പോഴും ആ ഒരച്ഛൻ അപ്പോഴും കുടുംബനാഥൻ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റത്തെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാതെ ഒരു സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ മാത്രമേ വലിയ കുഴപ്പമില്ലാതെ അവർക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ഒരു സുപ്രീം പവർ എന്ന് പറയുന്ന ഒരാളെ ആദ്യം ബഹുമാനിക്കണം. അതിന് താഴെ അമ്മയുണ്ട്. അതിനുശേഷം സ്ഥിരമായി ആ ഒരു വീട്ടിൽ നിന്നിരുന്ന ഈ ഭർത്താവിൻ്റെ സഹോദരങ്ങളുണ്ട്. അവരെയും ബഹുമാനിച്ചതിന് ശേഷം ഒരു സൈഡിൽ കൂടെ വേണം ജീവിതം ആരംഭിക്കാനായിട്ട്. ഈ ഒരു സിസ്റ്റത്തെ ഏതെങ്കിലും തരത്തിൽ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം ദുസ്സഹമായിട്ട് തന്നെ മാറും. ഈ ഒരു സിസ്റ്റം അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിക്കോളാം എന്ന് വിചാരിച്ചിട്ട് പോയാൽ പോലും വലിയ പ്രശ്നമാക്കുന്ന ഇൻലോസ് ഉണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരുന്നു, അവളാണ് ഇനി ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അവൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇനി മുതൽ അവളാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നത് ആ വീട്ടിലെ ആൺകുട്ടി മാത്രമായിരിക്കില്ല, ഈ ആളുടെ ഈ വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ്റെ പെങ്ങൾ വരെ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അമ്മ ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, മാട് പോലെ ഉള്ള ഒരുത്തനെ വളർത്തി. അതേപോലെ തന്നെ അവരുടെ അച്ഛനെ നോക്കി, ഈ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവ പങ്കാളിത്തം വഹിച്ചു, എനിക്കിനി പണിയൊന്നും എടുക്കാൻ വേണ്ടി വയ്യ, എനിക്ക് അറ്റ്ലീസ്റ്റ് ആ ചെറുക്കനെങ്കിലും നോക്കാൻ വേണ്ടി വയ്യ. അവൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവൾ ഈ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, അവൾ ഈ പറയുന്ന പണിയൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് അവൾ ഈ പറയുന്ന പണിയൊക്കെ എടുക്കണമെന്നുള്ള ഒരു ചിന്ത വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു അമ്മയ്ക്ക് തോന്നുന്നത്? അത് ഈ ഒരു പാട്രിയാർക്കൽ കണ്ടീഷനിങ് കൊണ്ടാണ്. അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം തോന്നുന്നുണ്ട് അവരൊക്കെ സ്ത്രീകളൊക്കെ തന്നെയാണ്. പലപ്പോഴും അവരൊക്കെ തന്നെയാണ് ഈ വലിയ പ്രശ്നങ്ങളുടെ തീപ്പൊരി ആദ്യം ഇടുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാൻ പല ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ ലൈഫിൽ പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ആവശ്യം വരാത്ത ഒരു കാര്യം ഇരിക്കുന്നത്, വിവാഹം കഴിക്കുന്ന സമയത്ത് പാർട്ട്ണർ മറ്റൊരാളെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു കുടുംബം ഇയാളുടെ അച്ഛൻ രൂപീകരിച്ചതായിരിക്കരുത്. വിവാഹം കഴിക്കുന്ന ആദ്യ നാളുകളിലെങ്കിലും പങ്കാളികൾ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചില ആളുകൾ പറയും, എൻ്റെ അച്ഛനെ അമ്മയെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വിവാഹം കഴിക്കരുത്. അങ്ങനെയുള്ള ആൾക്കാർ വിവാഹം കഴിക്കാതെ അച്ഛനെ അമ്മയെ നോക്കണം. അതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. മറ്റൊരാളെ വിവാഹം കഴിച്ച് ഇങ്ങടേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ അച്ഛനെ അമ്മയെ നോക്കണമെന്ന് പറയുന്നത് ഇത് എടുത്തടിച്ച പോലെ പറയുന്നതെങ്കിലും ഒന്ന് ഒരു മാന്യമായിട്ട് സമീപിക്കേണ്ടതാണ്. ആദ്യം കുറച്ചു കാലം നിങ്ങൾ പങ്കാളികളായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു കുടുംബ സെറ്റപ്പിൽ ഒന്ന് ജീവിക്കുക. അതിനുശേഷം നിങ്ങളുടെ അച്ഛനെ അമ്മയൊക്കെ നോക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളിൽ അവരേർപ്പെടാനായിട്ട് റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം. ഈ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അങ്ങടേക്ക് വന്ന് ആ ഒരു അരക്ഷിതാവസ്ഥയിൽ ഇതിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി കാണിക്കുന്ന ഒരു വലിയ ഫൈറ്റ് ഉണ്ട്. അവിടെയാണ് പല പ്രശ്നങ്ങളും ഇരിക്കുന്നത്.